ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. ഈ ജോൺ ആയിരിക്കും ഡാൻ, ജോൺ തന്നെയായിരിക്കും ഡാൻ. ഈ മോട്ടു പത്തില് നമ്മളെ എവിടെയും മോഷ്ടിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി ഈ ജോൺ ദി ഡോൺ അവരെ ജീവിക്കാനും അനുവദിക്കില്ല. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു പ്രാകൃതമായ ഐഡിയ തോന്നുന്നുണ്ട്. അവരെ രണ്ടുപേരെ ഈ ലോകത്തുനിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു പരിപാടി ഞാൻ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. മിണ്ടിപ്പോവരുത്, കവിതയല്ല, കവിതയല്ല. വേഗം പപ്പു സുപ്പരിയെ ഫോൺ വിളിക്കേ. ആരാണ്? ഇതാ പപ്പു സുപ്പാരിയാണ് സംസാരിക്കണത്. ഞാൻ ജോൺ ദി ഡോൺ ആണ് സംസാരിക്കുന്നത് സുഹൃത്തെ. ഇവിടെ മോട്ടോപ്പത്തിലെ ശല്യം കാരണം ജീവിക്കാനേ പറ്റുന്നില്ല. ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റുന്നില്ല. അവന്മാരെ ഈ ലോകത്ത് നിന്ന് തന്നെ തുടച്ചു മാറ്റണം. മോട്ടു പത്ലുവിന്റെ കഥ കഴിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. പ്ലാൻ റെഡിയാണോ? അതിനെന്താ സുഹൃത്തെ, റെഡിയാക്കാമല്ല. പുതിയ ബാങ്ക് കൊള്ളയടിക്കാം. അവിടെ നിറച്ച് പൈസ കാണും. അപ്പോ ശ്രദ്ധിച്ച് കേൾക്കുക. പണം നിറച്ച ബാഗ് എടുത്തോണ്ട് വന്ന് നിങ്ങൾ പുർപുരി നഗറിന്റെ പുറത്ത് ഒരു കാടുണ്ട്, അതിന്റെ സൈഡിൽ കൊണ്ടുവന്ന് വെക്ക. ഞാൻ അവിടുന്ന് എടുത്തോളാം. മനസ്സിലായോ? ഈ ജോൺ ദി ഡോൺ സ്വയം വന്നിരിക്കും. കാടിന്റെ പുറത്ത് പൈസ കൊണ്ടുവന്ന് വെക്കുകയും ചെയ്യും. പപ്പു സുപാരി വന്നിരിക്കുന്നു. മോട്ടു പത്ലുവിനെ ഈ ഗ്യാസ് കൊണ്ട് ഞാൻ മയക്കി കിടത്തിയിട്ട് ഈ ബാഗിൽ എടുത്തോണ്ട് പോകുന്നതായിരിക്കും. എന്നിട്ട് പിന്നെ ദൈവത്തിന്റെ അടുത്തേക്ക് പറഞ്ഞങ്ങോട്ട് വിടും. എങ്ങനെയുണ്ട് പ്ലാൻ? ഇപ്പൊ ഒന്ന് മയങ്ങി പൊക്കോ കുട്ടാ. മതിയാക്ക്. എനിക്കറിഞ്ഞെങ്കിൽ അപ്പോഴേ തോന്നിയായിരുന്നു നിങ്ങൾ ഉണർന്നിരിക്കുകയാണെന്ന്. സുഹൃത്തെ, നീ നല്ലൊരു സേവയാണ് ചെയ്തത്. എന്നാലും നീ സത്യം പറ, നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? മര്യാദയ്ക്ക് വേഗം പറഞ്ഞോ. അതെ, ചിങ്കം സാറിന് എപ്പോ വേണേലും ജോണിനെ പിടിച്ച് ജയിലിലിടാവല്ലോ. അതല്ലേ സത്യം? എന്താ പറഞ്ഞ മോട്ടു, ഇവനെ നമുക്ക് ആദ്യം നല്ലൊരു പാഠം പഠിപ്പിക്കണം. ഇവനൊക്കെ എങ്ങനെ പാഠം പഠിപ്പിക്കാനാണ്? എങ്ങനെ 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 എങ്ങനെ? ചിങ്കം സാറെ കേൾക്ക്. കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ മുഖം കണ്ടാ മനസ്സിലാവും നിങ്ങൾ നന്നായി അധ്വാനിച്ച് ജീവിക്കുന്നവരാണെന്ന്. പക്ഷെ ഒന്നിനും ഒരു ഫലം കിട്ടുന്നില്ല. നീ നിന്റെ ജീവൻ പണയം വെച്ച് കളിച്ചിട്ടാണ് സമ്പാദിക്കുന്നത്. പക്ഷെ മോട്ടു പത്ലു എന്ന് പറഞ്ഞ രണ്ടാൾക്കാർ വന്ന് നിന്റെ പ്ലാനുകളെല്ലാം പൊളിച്ച് നശിപ്പിക്കുകയാണ്. അതെ മഹർഷി, അതെ. മകനെ, അവര് നിനക്കിപ്പോൾ കണ്ടകശനി പോലെയാണ്. നിനക്ക് സുഖമായി ജീവിക്കണമെങ്കിൽ അവര് രണ്ടുപേരെയും നിന്റെ വഴിയിൽ നിന്ന് അകറ്റി നിർത്തണം. ലെവന്മാര് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയിക്കോളും. ഞാൻ അതിന് പറ്റിയൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല ആ രണ്ട് കാട്ടാളന്മാരെ. മകനെ, കുറച്ച് ദിവസത്തേക്ക് നിന്റെ പ്ലാനുകളെല്ലാം ഒന്ന് മാറ്റി വെക്ക്. എന്റെ മഹർഷി, ആ പ്ലാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. തൂക്കിയത് വടിയുണ്ട പോയി കഴിഞ്ഞു. പക്ഷെ മഹർഷി, പ്ലാൻ എന്തിനാ നിർത്തുന്നത്? മകനെ, നിന്റെ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം മോട്ടു പത്ലു എന്ന് പറഞ്ഞ പ്ലാനറ്റുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പറയാണ്, എന്തൊക്കെ അവരുടെ കൂടെയുണ്ടോ അതൊക്കെ നിന്റെ കൂടെയും ഉണ്ടാവും. അതായത് അവരുടെ എല്ലൊടിഞ്ഞാൽ നിന്റെയും എല്ലൊടിയുന്നതായിരിക്കും. മാത്രമല്ല, അവർക്ക് വെടികൊണ്ട് കഴിഞ്ഞാൽ നിനക്കും വെടികൊള്ളേണ്ടതായി വരും. ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഒരു കാരണവശാലും അങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ല. പപ്പുവിനെ എങ്ങനെയെങ്കിലും തടയണം. ഹലോ,
പപ്പു സുപാരിയാണ് സംസാരിക്കണത്. പപ്പു സുപ്പാരി അളിയ നമ്മുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തേക്ക്. അവരെ തല്ലരുത്. തല്ലിയാലേ ജോൺ ദി ഡോണിന്റെ കാര്യം പോക്കാ പപ്പു. ഹേയ്, പപ്പു സുപാരി ഒരിക്കലൊരു ജോലി ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ സ്വയം പറയുന്നത് പോലും അനുസരിക്കില്ല. ജോലി പൂർത്തീകരിച്ചിട്ടേ അടങ്ങൂ. ബൈ ബൈ. ഇനിയിപ്പൊ ഞാൻ അവന്മാരുടെ കഥ കഴിച്ചു കഴിഞ്ഞിട്ടേ നിങ്ങളെ വിളിച്ച് പറയൂ. മഹർഷേ, ഇനി എന്താ ചെയ്യ? അവൻ ഏറ്റെടുത്ത പണി നിർത്താൻ ഒരു ചാൻസുമില്ല. അപ്പൊ എന്റെ കാര്യം കട്ടപ്പുക തന്നെ. മഹർഷേ, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ. മകനെ, ഇതിനിപ്പോ ഒരു ഉപായം മാത്രമേ ഉള്ളൂ. നീ ഇപ്പൊ മോട്ടു പത്ലുവിന്റെ ബോഡി ഗാർഡായി നിൽക്കുന്നതാവും നല്ലത്. അവരെ രണ്ടുപേരെയും എല്ലാ ആപത്തിൽ നിന്നും രക്ഷിക്കണം. ഓക്കെ മഹർഷേ, ഓക്കെ. ഞാൻ ഗാർഡ് ആയിക്കോളാം, ബോഡി ഗാർഡ് ആയിക്കോളാം. ഇതിന്റെ എല്ലാ ആപത്തിൽ നിന്ന് അവരെ രക്ഷിച്ചോളാം. രക്ഷിച്ചോളാം. ഹലോ, കേൾക്ക്. ഞാൻ മോട്ടുവിന്റെ പാരാഷൂട്ടില് ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടെ മോട്ടുവിന്റെ കഥ കഴിയുന്നതായിരിക്കും. വേണ്ട വേണ്ട, മോട്ടുവിനെ തല്ലരുത്. പപ്പുളിയ, അതൊക്കെ മറന്നു കളഞ്ഞേക്ക്. മറന്നു കള. വേണമെങ്കിൽ പൈസയും കൊണ്ടുവയ്ക്കോ. അളിയ, എന്തിനു എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവരെ വിട്ടേക്കുന്നേ. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, പപ്പു സുപാരി ഒരു ജോലി ഏറ്റെടുത്താൽ പിന്നെ സ്വയം പറയുന്നതും കേൾക്കില്ല. വേണ്ട വേണ്ട, നിർത്ത്. എവിടെയാ പൊട്ടിയത്? എവിടെയാ പൊട്ടിയത്? കാണുന്നില്ലല്ലോ, കാണാൻ പറ്റുന്നില്ലല്ലോ. പതുക്കെ ഊരിയെടുക്കണേ, ഒന്ന് പതുക്കെ ചെയ്യണേ. മുഴുവനും ദേഹത്ത് കുത്തി കയറിയിരിക്കുക. എന്റെ ജീവിതത്തിലെ ദൈവം ഇങ്ങനെയൊക്കെയാണല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. അവരെ രക്ഷിക്കാൻ പോയിട്ട് എന്റെ ആസനത്തിൽ മുള്ളു കയറിയിരിക്കുക. വെള്ളം. ഹലോ, കേൾക്ക്. എന്റെ ഈ പ്ലാൻ സോളിഡ് ആണ് കേട്ടോ. കാർ ബ്രേക്കിന്റെ വയറ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി കാറ് നിർത്തുകയുമില്ല, അവരും നിക്കത്തില്ല. പിന്നെ എല്ലാത്തിന്റെയും കാര്യം ഇന്നത്തോടെ തീരുമാനമാകും. അങ്ങനെ ചെയ്യരുത്. ഞാൻ പറയുന്നൊന്ന് കേക്ക് പപ്പു. എനിക്കൊരു തെറ്റ് പറ്റി പോയതാ. ഒന്ന് മതിയാക്കും പപ്പു. അവര് നല്ല ആൾക്കാരാ. അവരെ വിട്ടേക്കൂ പ്ലീസ്. അവര് മാന്യന്മാരായ ആൾക്കാര്. അവരെ തീർത്ത് കളയുന്നത് വളരെ തെറ്റാണ്. ഒന്ന് മനസ്സിലാക്കളിയ. ഞാൻ തന്നെ രക്ഷിച്ചേ പറ്റൂ. നിനക്കൊക്കെ വീഴാൻ എന്നെ കിട്ടിയുള്ളൂടാ. പോ പോ, ഒന്ന് വേറെ എവിടെയെങ്കിലും പോയി വീഴണേ. ഒന്ന് വണ്ടി നിർത്ത് പോട്ടു. ഞാനിവിടെ എത്തി. നിങ്ങൾ ഇനി ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഞാൻ രക്ഷിക്കാം. ഈ ജോൺ ദി ഡോൺ രക്ഷിക്കാം.
മോട്ടു രക്ഷിക്ക്, ജോൺ നമ്മളെ കൊള്ളയടിക്കാൻ വന്നിരിക്കുക. എന്റെ പത്തലു ഞാൻ മോഷ്ടിക്കാൻ വന്നതല്ല, രക്ഷിക്കാൻ വന്നതാ. അതെ, നീ കള്ളനല്ലേ? അപ്പൊ നീ കക്കാൻ വേണ്ടി തന്നെ വന്നത്. നിനക്ക് ഒരിക്കലും മാറിയെ രക്ഷിക്കാൻ പറ്റില്ല. പോയിക്കോ ഇവിടുന്ന്. എന്റെ അമ്മോ. രക്ഷിക്കാൻ നോക്കിട്ട് അവന്മാര് വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ രക്ഷിക്കാനാ വന്നത്, അല്ലാതെ കൊള്ളയടിക്കാനല്ല. മമ്മി, ഇവന്മാരെന്താ എന്നെ വിശ്വസിക്കാത്തത്? എന്തിനാ മോട്ടും പത്തിനെ ശല്യപ്പെടുത്തുന്നേ? അവരെ വിട്ടേക്ക് ബോസ്. Hey John, hands up, hands up. You are under arrest. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, impossible. ആര്? ഇത് പപ്പു സുപ്പാരിയാണ് ഈ നിൽക്കുന്നത്. നീയോ? നീ എന്താ ഇവിടെ? അത് ഞാൻ ആദ്യം തന്നെ ഇവരുടെ കയ്യിൽ പിടിക്കപ്പെട്ടായിരുന്നു. പിന്നെ വിളിച്ച കോളുകളെല്ലാം മോട്ടുവും പത്തിലും ചിങ്കവും ഒക്കെ ചേർന്ന് വിളിപ്പിച്ചതാ. അത് കാരണം നിങ്ങളെ ഇങ്ങനെ പിടിക്കാൻ പറ്റിയല്ലോ. ഇത് ചതിയാണ്. എന്നെ പോലെ വളരെ മാന്യനും നിഷ്കളങ്കനുമായ ആളെ ഇങ്ങനെയൊക്കെ പറ്റിക്കാമോ? രക്ഷപ്പെടുത്തേ, രക്ഷപ്പെടുത്തേ. നോക്കൂ ബോസ്, ആരോ രക്ഷിക്കണേന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. വരൂ, നമുക്ക് അവനെ വേഗം രക്ഷിക്കാം. പിന്നെ നമുക്ക് അവന്റെ കയ്യിൽ മോഷ്ടിക്കാൻ പറ്റിയ വല്ല സാധനം ഉണ്ടെന്ന് അറിയുകയും ചെയ്യാമല്ലോ. രക്ഷിക്കൂ. ഒത്തിരി നന്ദിയുണ്ട് കേട്ടാ. താങ്ക് യു വെരി മച്ച്. നിങ്ങളാണ് എന്നെ രക്ഷപ്പെടുത്തിയത്. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ ജോൺ ദി ഡോൺ. എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് വേഗം അങ്ങ് എടുത്തോ. ആ കണ്ണട ഒരു മാന്ത്രിക കണ്ണടയാണ്. ഇത് വെച്ചോണ്ട് ഏതെങ്കിലും സാധനത്തെ നോക്കിയാ അത് വെറും മണ്ണായിട്ട് മാറും. ഇതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോണില്ല. ഇതുകൊണ്ട് നിങ്ങൾക്ക് തലവേദന മാത്രമേ ഉണ്ടാവൂ. മാന്ത്രിക കണ്ണടയോ? ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. കൊള്ളാലോ. ആ മരങ്ങളൊക്കെ എന്തുമാത്രം വലുതാ. എന്തൊരു സൗന്ദര്യം അതിനൊക്കെ. കാണാനും അടിപൊളിയായിട്ടുണ്ട്. ഇനി ജോൺ ആയിരിക്കും ഡോൺ, ഡോൺ ആയി തീരും ഈ ജോൺ. ഫുർഫുരി നഗരത്തിലേക്ക് ഞാൻ തിരിച്ചു വരാൻ പോവുകയാണ്. അല്ല, നിക്കേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. സെഡേ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോ മോഷണവും കൊള്ളടിയൊക്കെ അങ്ങ് നിർത്തിയേക്കുക. അതുകൊണ്ട് നിങ്ങൾ സ്നേഹത്തോടെ ആ മുഴുവനും പൈസ ഇങ്ങ് എടുത്തേക്ക്. എന്നിട്ട് ഞാൻ സ്നേഹത്തോടെ തിരിച്ചു പോയിക്കോളാം. അതെ, എന്റെ തലയ്ക്കകത്തൂടെ വണ്ടി ഒന്നും ഓടണല്ല നിനക്ക് പൈസ തരാൻ. ഇവിടുന്ന് ഓടണ സ്ഥലം വിട്ടോണം നിങ്ങളെല്ലാരും, കേട്ടോ? അല്ലെങ്കിൽ വിളിക്കട്ടാ ചിങ്കൻ സാറിനെ. അങ്ങനെ നിങ്ങളങ്ങ് ധൃതി പിടിക്കാതെ. ആഹാ, ഞാൻ ആദ്യം ഭംഗിയുള്ള മാലകളൊക്കെ ഒന്ന് നോക്കട്ടെ. ഓ, എന്തൊരു ഭംഗിയാ ഇത് കാണാൻ. കൊള്ളാം. എന്തൊരു തിളക്കമാ ഇതിനൊക്കെ. ഇതൊന്നൊരു കഷ്ടമാണ്. ഇത്രയും വിലപിടിപ്പുള്ള ഒരു ആഭരണം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ. എന്നെ നശിപ്പിച്ചല്ലോ. എന്റെ ഈ വിലപിടിപ്പുള്ള ആഭരണം വെറുതെ ഒന്നുമില്ലാണ്ടാക്കിയല്ലോ. ഒന്നടങ്ങടേ, ഒന്നടങ്ങ്. ഇതുവരെ ഒന്നിനും നാശം വന്നിട്ടില്ല. പക്ഷെ ഉടനെ സംഭവിക്കും. ഞാൻ പറയുന്നത് നീ മര്യാദയ്ക്ക് അനുസരിച്ചില്ലെങ്കിൽ ഈ ജ്വല്ലറിയിലെ ആഭരണങ്ങളെല്ലാം ഞാൻ സ്നേഹത്തോടെ അങ്ങ് മണലാക്കി മാറ്റിക്കളയും. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ പറയണത് എല്ലാ കാര്യവും ഞാൻ കേട്ടോളാം. ഇന്നാ എന്റെ കയ്യിലുള്ള എല്ലാ പൈസ നിങ്ങൾ എടുത്തോളൂ. താങ്ക് യു സേട്ടേ. അങ്ങനെ എല്ലാ മാസവും സ്നേഹത്തോടെ ഞാൻ ഇങ്ങനെ വന്ന് കണ്ടിട്ട് പോയിക്കോളാം. ബൈ ബൈ. അല്ല, ഇതൊന്ന് കേട്ടെ.
മോട്ടു പത്ലു എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ജോൺ എന്നെ കൊള്ളയടിച്ചോണ്ട് പോയിരിക്കുന്നു. അവന്റെ കയ്യിൽ ഏതോ ഒരു മാന്ത്രിക കണ്ണടയുണ്ട്. അതിൽ നിന്ന് എന്ത് നോക്കിയാലും അത് വെറും മണ്ണായിട്ട് മാറും. എന്റെ വിലപിടിപ്പുള്ള ഒരു മാല അങ്ങനെ മണലാക്കി അവൻ. എന്നിട്ട് എന്റെ കയ്യിലുള്ള എല്ലാ പൈസ അടിച്ചോണ്ട് പോയി മോട്ടു പത്ലു. ഞങ്ങൾ ഇപ്പൊ തന്നെ അവനെ പിടിച്ചു തരാം. നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ ചിങ്കം സാറിന് പെട്ടെന്ന് ഫോൺ ചെയ്. ഞങ്ങൾ ഷോർട്ട് കട്ടിൽ പോയി അവനെ തടഞ്ഞു നിർത്താം. നിനക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. ജോണിനെ പിടിക്കാൻ വെറുതെ നോക്കണ്ട മക്കളെ. വെറുതെ ആരോഗ്യം കളയാവുന്ന മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഡയറിയിൽ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ വാക്കേ ഇല്ല. ശരി ശരി, ആദ്യം ഒന്ന് പിടിച്ചു നോക്ക്. വാ വാ, ഈ സൈക്കിള് കാണാൻ എന്ത് ഭംഗിയാ. ഇത് അടിപൊളി സൈക്കിളാ കേട്ടോ. എന്തൊരു നീളോ ഇതിന്. ഓ സമ്മതിക്കണ, അടിപൊളി സൈക്കിള് കേട്ടോ. കൊള്ളാം. എടേ, നിങ്ങൾ കാല് വെച്ചോണ്ടിരുന്ന സാധനമല്ലേ, അത് അപ്രത്യക്ഷമായി പോയിരിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് സൈക്കിളിന്റെ കാര്യ. ഒന്ന് താഴേക്ക് നോക്കണേ. ചിങ്കം സാർ, ജോൺ ജ്വല്ലറി മോഷ്ടിച്ച് പോയിക്കൊണ്ടിരിക്കുക. Why fear when Chingam is here? Don't worry, ഞാൻ അവനെ പിടിച്ചോളാം. ഇന്ത്യ നിയമമാണ് സത്യം. വിട്ടോ. Stop in the name of law. ഇന്ത്യ നിയമമാണ് സത്യം. ഭാരതമാതാവാണ് സത്യം. വണ്ടി നിർത്താൻ. ചിങ്കം സാറേ, നിങ്ങളുടെ ഗണ്ണ് കാണാൻ എന്ത് രസമാ. നിയമമാണ് സത്യം. പിന്നെ ചിങ്കം സാറേ, ആ ജീപ്പ് കാണാൻ അടിപൊളിയാ കേട്ടോ. സാർ, നമ്മളിരുന്ന വണ്ടി കാണണില്ലല്ലോ. നമ്മളിപ്പോ എങ്ങടാ പോണേ? വല്ല പിടിയണ്ട. കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലേ? ആണുങ്ങൾക്ക് വേദനക്കില്ല കോൺസ്റ്റബിൾ. എന്റെ ഇപ്പോഴത്തെ ആലോചന, ഞാൻ ആലോചിക്കുന്നത് ആ ജീപ്പ് എവിടെ പോയി, എങ്ങോട്ട് പോയി എന്നാണ്. ഇതിന്റെ പിന്നിൽ ആരായാലും ശരി, ഞാൻ അവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരിക്കും. ഇന്ത്യ നിയമമാണ് സത്യം. സാർ, നിങ്ങള് ടോപ്പാണ്. ഹിന്ദുസ്ഥാന്റെ ഹോപ്പാണ്. സാർ, യു ആർ ഗ്രേറ്റ് ബട്ട് ബോൺ ലിറ്റിൽ ലേറ്റ് സാർ. എനിക്കറിയാം, നന്നായിട്ട് അറിയാം. എന്റെ അമ്മോ, മോട്ടു പത്ലു, എനിക്ക് അല്ലെങ്കിലേ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ എന്റെ പുറകെ വന്ന് വീടാ എങ്ങനെയാ? എന്റെ റിവോൾവർ മാഞ്ഞു പോയി, വീഴുന്ന നാളികേരവും മാഞ്ഞു പോയി. ഈ ജോൺ എന്തൊക്കെ മായാജാലാണ് കാണിക്കുന്നത് അറിയുന്നില്ല. ഹലോ, ഓക്കെ. ആ ജോൺ ഫുർഫുര നഗരം മുഴുവനും കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്നു. അവന്റെ മാജിക് കണ്ണാട ധരിച്ച് എല്ലാം മായ്ച്ചുകളെന്ന് പേടിപ്പിച്ച് അവൻ എല്ലായിടത്തും മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ റിവോൾവറും അവൻ മായ്ച്ചു കളഞ്ഞു. ഇനി എന്നെ കൊണ്ട് എങ്ങനെയാ കള്ളൻ ജോനെ പിടിക്കാൻ സാധിക്കും? അതെ, അവനെ പിടിക്കാൻ ഞങ്ങൾക്ക് ഈ 2 കൈകൾ തന്നെ ധാരാളമാണ്. വരൂ, ഇടിച്ചിടിച്ച് അവന്റെ പരിപ്പെടുക്കണെന്ന് നമുക്ക്. ജോണേ, നിന്നെ ഇപ്പൊ ഞങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോവാ. പറ, നിനക്ക് എന്ത് പരിപ്പാണ് വേണ്ടത്? തുവരപ്പരിപ്പോ അല്ല കടലപ്പരിപ്പോ?
പരിപ്പൊക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാതെ ആദ്യം നീയൊക്കെ ഇട്ടിരിക്കുന്ന തുണിയുടെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കിയേക്കാം. കൊള്ളാം, നിങ്ങൾ നല്ല അടിപൊളി ഡ്രസ് ഇട്ടാ കേട്ടോ വന്നിരിക്കുന്നത്. കേട്ടോ, വസ്ത്രങ്ങളുടെ കളറൊക്കെ കാണാൻ എന്ത് രസമാ. നിങ്ങളുടെ വസ്ത്രങ്ങളൊക്കെ അടിപൊളിയാ കേട്ടോ, സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ യൂണിഫോം എവിടെ പോയി? ഇനി ഈ ജോൺ ആയിരിക്കും ഡാൻ. ജോൺ തന്നെയായിരിക്കും ഡാൻ. അവസാനം നീയൊക്കെ ചേർന്ന് എന്നെ ഒരു കാട്ടുവാസിയാക്കി കളഞ്ഞു. നിന്റെ കണ്ണാടം ഞാൻ പൊട്ടിച്ചിരിക്കും. നിന്നെ ഞാൻ വെറുതെ വിടില്ല. ചിങ്കം സാറേ, എനിക്ക് തോന്നുന്നത് നമ്മൾ ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയായിരിക്കും നല്ലതെന്നാ. ഇപ്പൊ ഇവന്മാര് ചെയ്തതിനൊക്കെ പ്രതികാരം ചെയ്യാനുള്ള മൂഡിലാ ഞാനിപ്പോ. ചെയ്യട്ടെ ചെയ്യട്ടെ. വേണ്ട വേണ്ട, സാഹചര്യം ചൂഷണം ചെയ്യല്ലേ ജോണ്. പ്ലീസ് പത്തലു ഓടിക്കോ. എന്റെ പത്തലു ജോൺ വരുന്നുണ്ട്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? എന്തെങ്കിലും ആലോചിക്കൂ. അവൻ എന്തെങ്കിലും പണി കൊടുത്തേ പറ്റൂ. ഐഡിയ. 5 മണ്ടന്മാരെ കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. എനിക്കിപ്പോ പേടി തോന്നുവാ. ഇവന്മാരെങ്ങാനും എന്നെ അറസ്റ്റ് ചെയ്ത് കളഞ്ഞാലോ. ജോൺ, നിങ്ങൾ ജയിച്ചു, ഞങ്ങൾ തോറ്റു. അതെ സുഹൃത്തെ, ഞങ്ങൾക്ക് മനസ്സിലായി നിന്നെ ആർക്കും പിടിക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം. ഏയ് ജോൺ, നിന്റെ കണ്ണാടിക്ക് ഒരുപാട് ശക്തിയുണ്ട്. ഇന്ത്യ നിയമമാണ് സത്യം. അതെ ചിങ്കം സാറേ, പക്ഷെ കാണാൻ അത്രയ്ക്ക് സുന്ദരമൊന്നും അല്ല. ജാദൂഗർ ഗോഗയുടെ അത്രയ്ക്ക് അങ്ങോട്ട് വരില്ല. അതെ ജോൺ, ഇതാ മന്ത്രവാദിയുടെ കണ്ണട ഇട്ടത് കൊണ്ട് ഇവന്മാർക്കൊക്കെ തോന്നുന്ന കാര്യമാണ്. എന്ത്? ശരിക്കും എന്റെ കണ്ണട ഒട്ടും കൊള്ളത്തില്ലെന്നോ? ഇത് ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിലിപ്പോ എന്താ? പക്ഷെ നീ വേണമെങ്കിൽ നിന്റെ മുഖത്ത് ആ കണ്ണട വെച്ചിട്ട് നിന്റെ കണ്ണുകൊണ്ട് തന്നെ ഈ കണ്ണാടിയിൽ നോക്കിക്കോ. ദേ കണ്ടില്ലേ, കണ്ണാടി മുമ്പിൽ തന്നെയുണ്ട്. ഓക്കേ, ഇപ്പൊ തന്നെ നോക്കിക്കളയാം. ഓ, വെറുതെ എനിക്കിട്ടങ്ങോട്ട് ഊതിക്കളയാതെ വിചാരിക്കരുത് കേട്ടാ മക്കളെ. ഇത് നല്ല ഭംഗിയുള്ള കണ്ണട തന്നെയാ. ഓഹോ, ഇതിലും ഭംഗിയായിട്ട് ആർക്കും ഒരു കണ്ണട വെക്കാൻ പറ്റുകയേ ഇല്ല. ഇത് ചതിയാണ്. നീയൊക്കെ എന്നെ കുടുക്കിയതാണല്ലേ. എന്നെ മരമണ്ടനാക്കി കളഞ്ഞു. അന്തസ് വേണടാ, അന്തസ് വേണം. എന്നെ പോലെ നിഷ്കളങ്കനായ ഒരാളെയല്ലേ നീയൊക്കെ മണ്ടനാക്കി മാറ്റിയത്. മമ്മി, എന്റെ കണ്ണട. ഇപ്പൊ കരയണ്ട, ഇപ്പൊ കരയണ്ട. കരയാനുള്ള സമയം ഇനിയും കിടക്കല്ലേ. ബോസ്, ഇനി ഇവിടെ നിൽക്കണ്ട. ഇനി ഇവിടെ നിന്നാൽ അപകട. എത്രയും പെട്ടെന്ന് ഓടാൻ നോക്കാം. വായോ. അവിടെ നിൽക്കേ. Watch India's largest kids library only on Jio Hotstar. Download the app now.